പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 12-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 27 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ ശ്രദ്ധിപ്പാൻ കർത്താവ് സഹായിച്ചു. 28 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ ഒരു ശാസ്ത്രി കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ ഫരീസയിൽ നിന്നും ഹേരോദ്യരിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. 613ഓളം കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? കർത്താവ് അതിന് മറുപടി പറയുന്നുണ്ട്. നമുക്ക് ആ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. സമയമുണ്ടെങ്കിൽ നമുക്ക് 35 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് ഈ എപ്പിസോഡിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെ, ഈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെൻറ്റ്, ഇതാണ് ചോദ്യം. അതും ഈ ലോയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിന് കർത്താവ് 2 കൽപ്പനകളാണ് പറയുന്നത്. ശരിക്കും അത് രണ്ടും കൂടെ ശ്രദ്ധിച്ചാൽ ലവ് എന്നൊരൊറ്റ വിഷയമാണ്. ലവ് ഗോഡ്, ലവ് മാൻ എന്ന ഈ കൽപ്പനകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് അത് എല്ലാം കൂടെ 2 കൽപ്പനയിൽ ഒതുക്കിയാണ് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദയവായിട്ടൊന്ന് പറഞ്ഞാട്ടെ. ഇവിടെ ശാസ്ത്രിമാരുടെ ഒഴുവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടിട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പം മുകളിൽ നടന്ന കാര്യമൊക്കെ ഇവൻ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മനോഭാവത്തിലല്ല. എൻറ്റയർലി ഡിഫറെൻ്റ്. ഉടക്കാനോ പരീക്ഷിക്കാനോ ഒന്നും അല്ല. എന്നാൽ അവന് യേശു പറയുന്ന മറുപടികളിൽ നിന്ന് അവനൊരു കാര്യം മനസ്സിലായി. ഈ യേശുവിന് അവൻ്റെ ഹൃദയത്തിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആ കംപ്ലീറ്റ് ആയിട്ട് അധികാരമുള്ള വ്യക്തിയാണ് യേശു എന്നുള്ളത് അവൻ മനസ്സിലാക്കി. ശരിക്കും യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുന്നത് ഈ ശാസ്ത്രിയുടെ മനോഭാവത്തോടുകൂടെ വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. കാരണം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നുള്ള ചോദ്യവും അതിനുശേഷം വരുന്ന കാര്യങ്ങളുമൊക്കെ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യവും പുനരുത്ഥാനത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഈ യേശുവിന് വളരെ തിരുവെഴുത്തുകൾ അറിയാവുന്ന തന്നെയല്ല, അതിൻ്റെ മേൽ അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ ഈ കൽപ്പനകളെല്ലാം, ശാസ്ത്രി മിക്കവാറൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അതെ, ഇദ്ദേഹം ഒരു സ്കോളറാണ്. ഇതിനകത്ത് ഏറ്റവും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിക്കുകയാണ്. യേശു അപ്പോൾ പറയുന്ന മുഖ്യ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, എല്ലാവർക്കും അറിയാവുന്ന കൽപ്പനയുമാണ്. കാര്യം ഇത് കർത്താവ് പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. അതാണ് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന. പക്ഷെ അതിൻ്റെ മുകളിൽ പറയുന്നത് എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. എന്നിട്ടാണ് പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ആദ്യം ഒരു പ്രസ്താവനയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അതിനോട് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. അതായത് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സത്യം, ആ സത്യത്തോട് നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം.
ഇപ്പോൾ വേദപുസ്തകത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോഴെല്ലാം കൽപ്പന മുഖ്യമായത് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു കൽപ്പന ആകുന്നത്. ഒരു കൽപ്പനയിൽ ഒരു പ്രസ്താവന മാത്രമല്ല ഉള്ളത്, ഒരു കൽപ്പനയിൽ നമ്മുടെ റെസ്പോൺസും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ വേദഭാഗമാണ് ഇവിടെ 5 വാക്യങ്ങൾ. അതെ, അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് കാണുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഈ ആവർത്തന പുസ്തകത്തിലെ ഈ വേദഭാഗം യഹൂദന്മാരായ സകല കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കൊച്ചിലെ തൊട്ട് അവരെ പഠിപ്പിക്കുന്ന അവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ക്ഷേമ കേൾക്ക എന്ന് പറയുമ്പോൾ ക്ഷേമ എന്നൊരു വാക്ക്, ക്ഷേമ എന്ന, അതുകൊണ്ട് ഇവരിതിനെ പറയുന്നത് ക്ഷേമ എന്നാണ്. അപ്പോൾ ക്ഷേമ എല്ലാ ദിവസങ്ങളിലും അവർ ചൊല്ലുന്ന, എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതായ കാര്യമാണ്. ഇത് അറിയാൻ വയ്യാത്ത ഒരു കുഞ്ഞു കുട്ടി പോലും യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഇല്ല. അങ്ങനെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കൽപ്പനയാണ്, ഏറ്റവും പ്രാധാന്യമേറുന്ന കൽപ്പന എന്ന് കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം, കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അപ്പോൾ ഇവിടെയും ഒരു പക്ഷേ അങ്ങനെയുള്ള സീരിയസ് അല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ അവിടെ ഒന്നാമത് പറയുന്നത് യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്ന അതിൻ്റെ 1-ാമത്തെ ഭാഗം. ആ ഭാഗം വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ സകല അനുസരണവും നമ്മുടെ സകല സ്നേഹവും ഉള്ളടങ്ങിയിരിക്കുന്നത്, അഥവാ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ തിരിച്ചറിവിൽ നിന്നാണ്. ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് ആ ദൈവത്തെ, അതായത് യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, ആ ദൈവത്തെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നിന്റെ ദൈവമായ, അതായത് ഇതൊരു പ്രസ്താവനയായിട്ട് മാറ്റി വെച്ചാൽ പോരാ. പലപ്പോഴും നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, ദൈവികമായ ദൈവവചനത്തിലെ, തിരുവചനത്തിലെ പല കാര്യങ്ങളും ഒരു പ്രസ്താവനയായി വെക്കുന്നതല്ലാതെ വ്യക്തിബന്ധത്തിലേക്ക് വരുന്നില്ല, പേഴ്സണലൈസ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ യഹോവൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതല്ലാതെ യഹോവ എൻ്റേതാകുന്നതായ ഒരു അവസ്ഥ. ഇവിടെ യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, യഹോവ ഈസ് അവർ ഗാഡ്. അവർ എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. യഹോവ ദൈവമാകുന്നെന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത്, യഹോവ നമ്മുടെ ദൈവമാകുന്നു. ഇന്നും വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പേഴ്സണലൈസ് ചെയ്ത് എൻ്റേതാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ എൻ്റെ ദൈവമാകുന്നു, അഥവാ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ. അവിടെ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ വേറെ ഒരാൾക്കും ഈ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ അഥവാ യഹോവയുടെ എക്സ്ക്ലൂസീവ്നെസ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പം പലപ്പോഴും മത നേതാക്കന്മാരും സഭാ നേതാക്കന്മാർ വരെ ആ ദൈവത്തിൻ്റെ എക്സ്ക്ലൂസീവ്നെസ് വിട്ടുകളയുന്നതായ ഒരു പ്രശ്നമുണ്ട്. അത് വളരെ ഉണ്ട്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. യഹോവ ഏകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം ഏകനാണ്, അവൻ മാത്രമാണ് ദൈവം, വേറെ ഒരു ദൈവവും നമുക്കില്ല, നമ്മുടെ ദൈവമാകും. എനിക്ക് തോന്നുന്നു ഒഫൻസീവ് ആകാതിരിക്കാൻ വരുത്തുന്ന കോംപ്രമൈസുകളാ. കാരണം അത് കർക്കശമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റാളുകൾ ഒഫൻഡഡ് ആവും. അപ്പൊ അവിടെ വരുത്തുന്ന കോംപ്രമൈസുകളാണ് ഇത്. അതെ. ഇപ്പം ഞാൻ ഒരിക്കൽ ടി വിയിലെ തന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സാജു വൈ യു ആർ ബിക്കമിങ് സോ ഫെനാറ്റിക്. ഞാൻ ചോദിച്ചു വൈ യു ആർ തിങ്കിങ് ദാറ്റ് ഐ ആം ഫെനാറ്റിക്. അത് നിങ്ങൾ പറയുന്നത് എന്തുവാ, യേശുവാണ് ഏക വഴി. എടേ, എത്രയോ വഴികളുണ്ട്, അതിലൊരു വഴി യേശുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ മതബഹുലമായ സമൂഹത്തിൽ 33 കോടി ദേവന്മാരെ ആരാധിക്കുന്നതായ ഒരു കൂട്ടത്തിൽ യേശുവും ദൈവമാണെന്ന് പറഞ്ഞാൽ ആരും വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല.
എന്തുകൊണ്ടാണ് സഭ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: എക്സ്ക്ലൂസീവ്നെസ് ആണ്. യേശു മാത്രമാണ് വഴിയെന്നും യേശു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് കല്ലെറിയാൻ തുടങ്ങുന്നത്. യേശു ഒരു ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ഇത്രയും ദൈവങ്ങളില്ലേ, ഒരെണ്ണം കൂടി ഇരുന്നോട്ടെ എന്ന് പറയും. യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ടി വിയിലെ ആൾക്കാർ അവർ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചതാണ്. അവരോട് ചോദിച്ചത്, വൈ യു ആർ സേയിങ് ദാറ്റ് ജീസസ് ഈസ് ദി ഓൺലി വേ? ഒത്തിരി വഴിയുണ്ട് എന്ന് നിനക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ, പക്ഷേ എനിക്ക് സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പം ഇത് മാറ്റിമറിക്കാൻ പറ്റുമോ? സത്യത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? ഇപ്പം എത്ര കോംപ്രമൈസ് ചെയ്താലും ആരൊക്കെ ഇത് ആ എക്സ്ക്ലൂസിവിറ്റിക്ക് അത് സട്ടിലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ പോലും ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ്. ദാറ്റ് ഈസ് ദ തിങ്. സത്യം എന്താണ്? യഹോവ മാത്രമാണ് വഴി, യഹോവ മാത്രമേ ഉള്ളൂ, യഹോവ ഏകൻ തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് പല മതങ്ങളുടെ കൂട്ടത്തിൽ ഒരു മതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല യേശു എന്ന് പറയുന്നത്. പല പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം എക്സ്ക്ലൂസീവാണ്. ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്താൻ ദൈവവചനം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ദ ബൈബിൾ. ബാക്കി നമുക്ക് പുരാണങ്ങളുണ്ട്, മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ന് നമുക്ക് പറയാൻ, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് എന്ന് പറയാൻ നമുക്കൊന്നേ ഉള്ളൂ. യേശു ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. ഈ എക്സ്ക്ലൂസീവ്നെസ് വിട്ടുകളഞ്ഞാൽ ഒരു പീഡനവും ഉണ്ടാകത്തില്ല. ഇല്ല, ഒരു പീഡനവും ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരുടെ കാലം മുതൽ ഇങ്ങോട്ട് എല്ലാ വ്യക്തികളും എത്രയോ രക്തസാക്ഷികളുണ്ടായി. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടായത്? ഒറ്റ കാരണമേ ഉള്ളൂ: ജീസസ് ഈസ് കുറിയോസ് എന്നവർ ഏറ്റു പറഞ്ഞു. യേശുവാണ് കർത്താവ്. അപ്പോൾ റോമൻ സീസർ ഞങ്ങളുടെ രാജാവായിരിക്കാം, അല്ലെങ്കിൽ ഭരണാധികാരി ആയിരിക്കാം, പക്ഷേ സീസർ ഞങ്ങളുടെ കർത്താവല്ല. ഞങ്ങൾക്ക് കർത്താവ് ഒന്നേ ഉള്ളൂ, അത് യേശുവാണ് എന്ന് ഏറ്റു പറഞ്ഞതിൻ്റെ പേരിലാണ് 1-ാം നൂറ്റാണ്ടിൽ മുതൽ മതപീഡനം ഉണ്ടാകുന്നതും 1-ാം നൂറ്റാണ്ടിൽ മുതൽ രക്തസാക്ഷികൾ ഉണ്ടാകുന്നതും യേശുവിൻ്റെ ഏക കർത്തൃത്വം ഏറ്റുപറഞ്ഞതുകൊണ്ടാണ്. ഇന്നും അതിനൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാനോ അങ്ങനെ ഉണ്ടാക്കാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്താണ് മുഖ്യ കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത്, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈസ് ദി ഓൺലി ഗാഡ്. വേറെ ഒരു ദൈവവും ഇല്ല, വേറെ ഒരു ദൈവവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയും ഉണ്ട്. ഇനി വേറെ പേരിട്ട് വിളിച്ചാലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. അപ്പം മാമോൻ എന്ന് പറഞ്ഞൊരു ദൈവത്തെ നമ്മൾ മാറ്റി അങ്ങനെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ചിലപ്പം മാമോൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവത്തെ സേവിക്കുന്നില്ലായിരിക്കും. പക്ഷെ പണമാണ് എല്ലാം എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം, പണം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യം ഉള്ളൂ, പണമില്ലാത്തവൻ പിണം എന്നൊക്കെ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവയെ അല്ല, യേശുവിനെ അല്ല, പ്രത്യുത നമ്മൾ പണത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ആ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അന്യമതസ്ഥരുടെ ദൈവത്തെ വിളിച്ചില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ എക്സ്ക്ലൂസീവാണെന്ന് അർത്ഥമില്ല. അതെ, നമ്മൾ വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസം നമ്മുടെ ദൈവമാകും. ശക്തി ആണെങ്കിൽ അപ്പോളോ നമ്മുടെ ദൈവമാകും. കാര്യം അപ്പോളോ ശക്തിയുടെ ദൈവമാണ്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ജനറലി ഇപ്പം നടക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ കാര്യം ദേവദാസൻ എന്ന് പരാമർശിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒബ്സർവേഷനിലൊക്കെ കാണുന്നത്, നമ്മളിപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇതാണ് മെയിൻ. ഒരു വല്ലാത്ത നിലയിലേക്ക് ആത്മീക ഗോളം പോകുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ ബാഹ്യമായിട്ട് ഇപ്പം തന്നെ എക്സ്ക്ലൂസിവിറ്റി ഓഫ് ഗോഡ്, ഓഫ് ജീസസ്, ദാറ്റ് ഈസ് ദി ഓൺലി വേ ഫോർ സാൽവേഷൻ, ഇതൊക്കെ നമ്മൾ പറയും. പ്രാക്ടിക്കലി നമ്മൾ വരുമ്പോഴത്തേക്ക് യൂസിങ് ഗോഡ് ആൻഡ് ജീസസ് ഫോർ ദീസ് എർത്തലി ബെനിഫിറ്റ്സ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ തലയ്ക്ക് മത്ത് പിടിച്ചു. ഇന്നത്തെ സമൂഹത്തിന് പറ്റിപ്പോയത്
ദാറ്റ് ഈസ് സെർവിങ് സംതിങ് എൽസ്. യെസ്. ഇതാണ് എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ള ഇതിനുള്ള ബന്ധത്തിൽ. നമ്മുടെ എൻ്റെ സുഹൃത്ത് മാത്യു പറഞ്ഞ ഒരു കാര്യം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവേ എന്നെ പണം കൊണ്ട് നിറയ്ക്കണമേ, എനിക്ക് പണം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചെന്നിട്ട് കർത്താവേ എനിക്ക് മറ്റൊരു ദൈവത്തെ തരണം എന്ന് പറയുന്നതിന് തുല്യമാണ്. യെസക്കേൽ പ്രവചനത്തിലൊക്കെ പ്രവാചകൻ ദർശിച്ചപ്പോൾ ഈ മുന്നിൽ ദൂത് കേൾക്കാൻ വന്നവൻ്റെ ഉള്ളത്തിൽ വലിയ വിഗ്രഹങ്ങൾ ഇരിക്കുക. അതെ അതെ അതെ. ഇന്നിപ്പം അങ്ങനെ ദർശിക്കുന്നില്ല. നമ്മൾ എന്തുവാ കർണരസകരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടത് വിളമ്പുന്നു. പ്രശ്നം. അപ്പം ഇതൊരു വലിയ വിഷയമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. എക്സ്ക്ലൂസിവിറ്റി. ദർ ഈസ് ഓൺലി വൺ ഗോഡ് ആൻഡ് വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു ദൈവം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ത്രിയേകനാണ് എന്ന കാര്യം കൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർക്കുക. ഇവിടെ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണമെന്നാണ് മോശ പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ എപ്പോഴും പറഞ്ഞ്, ഞാനിത് വായിച്ചപ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എപ്പോഴൊക്കെയാണ് ഉപദേശിക്കേണ്ടത്? വീട്ടിൽ ഇരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ. പിന്നെ എപ്പോഴാ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വളരെ ഇത് ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ യൂത്ത് മീറ്റിംഗ് ഒന്നും അല്ല ഇവിടെ. പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് ടീച്ച് അബൌട്ട് ഗോഡ് എന്നുള്ളത്. അങ്ങനെ ആ ദൈവത്തെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവം ഏകനാകുന്നു എന്ന് മാത്രമല്ല, നിന്റെ ദൈവമായ യഹോവയെ. പിന്നെ റെസ്പോൺസാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, റെസ്പോൺസ് അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്താണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും ഒന്നാമത്തെ കൽപ്പന. 2 കൽപ്പനകളാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സിലോടും. മുഖ്യ കൽപ്പന ഇസ്രായേലെ കേൾക്കുക. അതിൻ്റെ മർക്കോസ് സുവിശേഷം 12:29 ഇസ്രായേൽ ഏറ്റവും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പൂർണ്ണ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്. അതായത് ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, റെസ്പോൺസ് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും ദൈവവചനം അൺഡിവൈഡഡ് ഹാർട്ടാണ് വേണ്ടത്. ഓൾ യുവർ ഹാർട്ട്. അതായത് അതിനകത്ത് വേറെ ഒന്നും ഇല്ലാതിരിക്കും. ഞാനിപ്പോൾ ഒരു കുപ്പിക്കകത്ത് പകുതി വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചേർക്കാം. പക്ഷേ ആ കുപ്പി ഫുള്ളാണെങ്കിൽ അതിനകത്ത് ഒരു തുള്ളി വേറെ എന്തെങ്കിലും ഒന്ന് ചേർക്കാനായിട്ട് കഴിയില്ല. അപ്പം വെള്ളം പുറത്തു പോകും. അതുപോലെ ഫുള്ളായിരിക്കണം. ഒരു ശകലം പോലും ഒഴിവില്ലാത്തതുപോലെ എൻ്റെ ഹൃദയത്തിൽ ദൈവമല്ലാതെ, എൻ്റെ കർത്താവല്ലാതെ എൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ, എൻ്റെ ആത്മാവിൽ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ, എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ, എൻ്റെ സകല ശക്തിയും മുഴുശക്തിയും എൻ്റെ യേശുവിന് കൊടുക്കുന്നതായ അവസ്ഥ. അങ്ങനെയുള്ള ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിവോഷൻ, ഒരു undistorted devotion towards God. Amen. Undivided love towards God. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായ ഒരു കാര്യം. അപ്പോൾ കൽപ്പന നമ്മൾ കേൾക്കുക മാത്രമല്ല, ആ കൽപ്പനയോട് അത് കേട്ടിട്ട് നമ്മൾ വിട്ടിട്ട് പോകാനല്ല. ഇത് ഉപദേശം പഠിക്കുന്നത് പോലെ ഇരുന്ന് പഠിക്കുക. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ ദൈവവചനം പഠിപ്പിക്കും. ഇപ്പം ബൈബിൾ ക്ലാസ്സുകൾ തന്നെയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, പല ബൈബിൾ ക്ലാസ്സുകളും ആളുകളോട് റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യപ്പെടാത്ത ബൈബിൾ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കേൾക്കാനെല്ലാം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒത്തിരി സയൻസ് പറയുക, അല്ലെങ്കിൽ ചരിത്രം പറയുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളിങ്ങനെ വരുണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുമുള്ള ഒരു കാര്യവുമില്ലാതെ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം, നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ബ്രസീലിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ബ്രസീലിലെ ഒരു ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് അവരുടെ സൺഡേ ക്ലാസ്സാണ്, രാവിലത്തെ
അപ്പോൾ അവിടെ വന്ന് ക്ലാസ് എടുത്തതായ ഒരു വ്യക്തി, അവൾക്കൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് അധർമ്മമൂർത്തി പ്രത്യക്ഷമാകുന്നതായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വേദപുസ്തകത്തിൽ നിന്ന് പുള്ളി ഒന്ന് വായിച്ചു, അധർമ്മമൂർത്തി പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഏകദേശം ഒരു 40 മിനിറ്റ് ഇദ്ദേഹം പോളണ്ടിലാണോ ഇംഗ്ലണ്ടിലാണോ ഏതൊക്കെ രാജ്യമാണോ റഷ്യയിലാണോ അധർമ്മമൂർത്തി പ്രത്യക്ഷമാകുന്നെന്നുള്ളതിനെ കുറിച്ച്, അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും മറ്റുള്ള കാര്യങ്ങളും. ഇതിപ്പം 2 വർഷം മുമ്പായിരുന്നു. 2 വർഷം മുമ്പായതുകൊണ്ട് ഇപ്പം ഉക്രൈൻ കയറി വന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഉക്രൈൻ കൂടെ വന്നേനെ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇതിനെക്കുറിച്ചുള്ള സകല അനാലിസിസ് നടത്തിയിട്ട് അദ്ദേഹം അധർമ്മമൂർത്തി പ്രത്യക്ഷമാകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വീണ്ടും വേദപുസ്തകത്തിലെ വാക്യം വായിച്ചു, അധർമ്മമൂർത്തി പ്രത്യക്ഷമാകും, കർത്താവ് എന്ത് ചെയ്യും, അവൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ ദഹിപ്പിച്ചു കളയും. ഫിനിഷ്. ഇതെല്ലാം കേട്ടിരുന്ന സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ വരുണ്ടിരിക്കുന്നെന്നുള്ളതല്ലാതെ ഇതിൽ നിന്ന് ഇവർക്ക് എന്താ ചെയ്യാനുള്ളത്? അധർമ്മമൂർത്തി വരും, കർത്താവ് ദഹിപ്പിച്ചു കളയും, ഫിനിഷ്. ഇല്ലേ? വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നിങ്ങളിൽ നിന്നൊരു റെസ്പോൺസ് ആവശ്യപ്പെടുന്ന, പ്രതികരണം ആവശ്യപ്പെടുന്ന, ഇവിടെ കർത്താവ് പറയാണ്, അല്ലെങ്കിൽ കർത്താവ് കൊടുത്ത കൽപ്പന, ആവർത്തന പുസ്തകത്തിൽ തന്നെ കൊടുക്കുന്ന കൽപ്പന, അവിടെ കൃത്യമായിട്ട് പറയാണ്, ഇസ്രായേലെ കേൾക്ക ക്ഷേമ, നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നിന്റെ ദൈവമായ, റെസ്പോൺസ് വേണം, നിന്റെ ദൈവമായ കർത്താവിനെ, ആ കർത്താവിനെ, ദൈവം ഏകനാണെന്ന് മാത്രമല്ല, ആ കർത്താവ് നിന്റെ കർത്താവാകണം, നിന്റെ ദൈവമാകണം, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഇന്ന് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പേഴ്സണൽ റിലേഷൻ നമുക്ക് കർത്താവുമായിട്ടുണ്ടോ? ആ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ ആ വലിയ ആഴം കർത്താവിനോട്, അതായത് അൺഡിവൈഡഡ് ലവ്, അൺഡിസ്റ്റോർട്ടഡ് ഡിവോഷൻ, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയുണ്ട്, അതിന് എന്നാൽ മുഖ്യമായ കൽപ്പന ഇതാണ് എന്ന് പറഞ്ഞാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. ആമേൻ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തേത് 31-ാം വാക്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കണം, ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടുമുള്ള റിലേഷൻഷിപ്പാണ്. അല്ലാതെ ഒരിക്കലും ഈ പലപ്പോഴും നമ്മളൊക്കെ ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ ഈസ്റ്റേൺ റിലീജിയനിലൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. റിലീജിയൻ എന്ന് പറയുന്നത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധം, അതുകൊണ്ട് ഞാനും ദൈവമായിട്ട് തീർത്തോളാം എന്ന് പറയുന്ന ആ ഒരു ബന്ധം. പക്ഷെ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതാണ് ഒന്നാമത്തേത്. അതിൽ നിന്നാണ് മറ്റേത് വരേണ്ടത്. ഇതേപോലെ ടി വിയിൽ ഒരു പ്രാവശ്യം ഒരു ചോദ്യോത്തരത്തിനകത്ത് ഈ റിലീജിയൻ അല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം മറ്റൊരിക്കൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരെന്നോട് ചോദിക്കും പറഞ്ഞ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു എന്നൊരു കവിതയുണ്ടല്ലോ, അത് പാട്ടാ. ആ പാട്ട് എടുത്തിട്ടാണ് അവർ പറയുന്നത്, സാജു ഇതല്ലയോ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏത്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു. അപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് എന്താണ്? മതങ്ങളല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണ്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യൻ സൃഷ്ടിക്കുന്ന എന്തിനും മനുഷ്യന്റെ പ്രശ്നം തീർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതത്തിനുമില്ല, മനുഷ്യൻ സൃഷ്ടിക്കുന്ന പാർട്ടിക്കുമില്ല, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒന്നിനും മനുഷ്യന്റെ പ്രശ്നം തീർക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു മതമല്ല ക്രിസ്തീയ റിലീജിയൻ എന്ന് ഞാൻ പറയുന്നില്ല, ക്രിസ്തീയ അനുഭവം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ ഗോഡ്, ആ ദൈവികമായ കാര്യം. അപ്പോൾ ദൈവവുമായിട്ടുള്ള റിലേഷനാണ് ഒന്നാമത്തേത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, സാഹോദര്യം പ്രസംഗിക്കുന്ന മതങ്ങൾ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഒരു വാക്ക്, സാഹോദര്യം നമ്മൾ മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചോദിച്ചാൽ അതെന്താണ്? ഞാൻ പറഞ്ഞു, അതാണ് ദൈവത്തിൻ്റെ പിതൃത്വം.
ദൈവത്തിൻ്റെ പിതൃത്വം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും അപ്പൻ ആരാണെന്നുള്ള, ഒരപ്പൻ്റെ മക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാഹോദര്യം പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ. ആ നമ്മളുടെ പിതാവ് ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പം നമ്മളെ സ്നേഹിക്കണമല്ലേ, അതല്ലേ അത്യാവശ്യം. അങ്ങനെ ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരോടുള്ള ബന്ധത്തിൽ അവരെ ചില ഈ വിദഗ്ധരായിട്ടുള്ളവർ കോച്ച് ചെയ്യുന്നതാണ്. യു മസ്റ്റ് ലവ് യുവർ സെൽഫ്. കാരണം വിത്തൗട്ട് ലവിങ് യുവർ സെൽഫ് ഹൗ ക്യാൻ യു ലവ് അതേഴ്സ്? ഇങ്ങനെ ഒരു യൂത്ത് ഗ്രൂപ്പിൽ പോലും പ്രസംഗിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, ഇപ്പം പൊതുവേ ഉള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? അതായത് വെൻ യു ലവ് ഗാഡ് മോർ ദാൻ എനിത്തിങ് എൽസ് ആൻഡ് എവറിത്തിങ് എൽസ്, നാച്ചുറലി യുവർ റിലേഷൻ ഈസ് വിത്ത് ഗാഡ്. ദൈവവുമായിട്ടാണ്. ആ ദൈവവുമായിട്ടുള്ള റിലേഷൻ നീ മനസ്സിലാക്കി ദൈവം നിന്നെ സ്നേഹിച്ചതുപോലെ നീ എന്ത് ചെയ്യണം? നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു എന്താ പഠിപ്പിച്ചത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് സ്വയത്തിൻ്റെ സ്നേഹമല്ല, സ്വയത്തോടുള്ള സ്നേഹമല്ല. നമ്മുടെ സ്നേഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യു ഷാൽ ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. ഇത് പഴയ നിയമം തൊട്ടേ ഉള്ളതാണ്. യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ വരുമ്പോൾ 1 യോഹന്നാൻ 4:20 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഇപ്പം ബൈബിളിലുടനീളം ഈ 2 കൽപ്പനകൾ ആക്ച്വലി ഇറ്റ് കംസ് ടുഗെദർ. ശരിക്കും റിയലി ജെനുവിനായിട്ട് ദൈവത്തെ ഒരാൾ ഈ ഒന്നാമത്തെ കൽപ്പന പോലെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരെ നമ്മളും സ്നേഹിക്കും. തീർച്ചയായിട്ടും. അല്ലാതെ ഇത് രണ്ടും വ്യത്യസ്തമായി മാറ്റി ഒക്കെ ഞാനും ദൈവമായിട്ട് തീർത്തോളാം. സാജു ബ്രദറെ, വളരെ പ്രയാസവും നമുക്ക് വളരെ ദുഃഖവും തോന്നും. ഇപ്പം ഇത് നമ്മളൊക്കെ ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ ലോക്കൽ ചർച്ചസിലൊക്കെ മിണ്ടാത്ത ആളുകൾ, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ വേറെ നിലയിലാണ് റിയാക്ട് ചെയ്യുന്നത്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സാജു ബ്രദർ തന്നെ പറയുന്ന പണ്ടത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മിനിറ്റ്സിൽ എഴുതി വെച്ചേക്കുക. ഇന്നയാളും തമ്മിൽ വാക്കിൽ തെറ്റിയത് കൊണ്ട് ആളുടെ കർത്തൃമേശ കൊടുക്കത്തില്ലെന്ന്. ഇവിടെ വാക്കിൽ തെറ്റുക അല്ല, എത്ര വ്യത്യസ്തമായ എഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് പോവുകയാണ്. ടീച്ചിങ്സ് ഇല്ല. ടീച്ചിങ്സ് ഉള്ളിടത്ത് ജനം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യമായിട്ട് ദൈവവചനം മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ ഈ വായിച്ച 1 യോഹന്നാൻ്റെ ലേഖനം 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വന്ന് സഭയിൽ സാജുപുരനോട് ഞാൻ മിണ്ടത്തില്ല. ഞാൻ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന്, എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആൾ കള്ളനാണ്. അങ്ങ് അത്ര ഗൗരവമാണ് ഈ കാര്യം. ഈ 2 കൽപ്പനകളും കൂടെ ചേർന്ന് പോകുന്നതാണ് എന്നത് ഇതിനകത്തു നമ്മളിപ്പം ആക്ച്വലി ആ കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരിക. ഈ ഒരു വാക്യം മാത്രമല്ല യോഹന്നാൻ്റെ ലേഖനത്തിൽ. സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാണെന്നുമുണ്ട്, കൊലപാതകനാണെന്നുമുണ്ട്, ഇരുട്ടിലാണെന്നുമുണ്ട്, അവന് നിത്യജീവൻ ഇല്ലെന്നുമുണ്ട്. പിന്നെന്തിനാ ഈ കൈയടിക്കുന്നത്? പിന്നെന്തിനാണ് ഈ ആവേശഭരിതരായി മാറുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെൻറ്റ് പറഞ്ഞിട്ട് പറയുക, ദ സെക്കൻഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആ കൺക്ലൂഷനിലേക്ക് നമുക്ക് ഒന്ന് വരാം.
നമ്മൾ 31 വാക്യത്തിലാണ്. ഇപ്പം 32 ഈ ശാസ്ത്രി കർത്താവിനോട് വളരെ മനോഹരമായിട്ട് ഒരു റിപ്ലൈ പറയുന്നതായിട്ടാണ് കാണുന്നത്. കർത്താവിനത് വളരെ സന്തോഷം തോന്നി. എന്നാൽ അവിടെ ഒരു പ്രയോഗമുണ്ട്, യു ആർ ക്ലോസ് ടു ദ കിങ്ഡം, നോട്ട് ഇൻ ദ കിങ്ഡം, ക്ലോസ് ടു ദ കിങ്ഡം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഒന്ന് പറയണേ സജു ബ്രദറെ. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സിൻസിയറാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൻ പറയുന്നതൊക്കെ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. ഇതെല്ലാം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. അതെ, ഈസ് ടെല്ലിങ് എവ്രിതിങ്. എന്നാൽ അതേസമയം ദൈവരാജ്യത്തിൻ്റെ അകത്ത് കടക്കണമെങ്കിൽ ഈ യേശുവാണ് ഈ കർത്താവ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ, അതായത് യേശുവാണ് ഈ നിൽക്കുന്ന, ഇവൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവാണ് രാജാവ്. ആ രാജാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ നിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മാത്രം, വളരെ ബെറ്റർ ആയിട്ടുള്ള വളരെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പല ആളുകളുണ്ട്, നല്ല ഉപദേശം അറിയാവുന്നവരുണ്ട്. പക്ഷെ ഉപദേശം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഏറ്റവും വലുത് യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇന്നും ഞങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ ഉപദേശം അനുസരിക്കണം, അത് വേറെ കാര്യം. പക്ഷേ അതിലുപരിയായിട്ട് യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തോട് അടുത്തവനാകാം, പക്ഷെ ദൈവരാജ്യത്തിൻ്റെ അകത്താകുകയില്ല. ഈ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ അതിൻ്റെ 29 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന് ഭയങ്കര പ്രൈഡായിരുന്നു. 1, അബ്രഹാമിൻ്റെ സന്തതിയാണവൻ. 2, ന്യായപ്രമാണം അവനുണ്ട്. 3, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാകുന്ന പരിച്ഛേദന അവനുണ്ട്. പക്ഷെ പൗലോസ് ആ പാസേജിൽ പറയുന്നത് ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. ന്യായപ്രമാണത്തിലെ അറിവ് നിനക്കൊണ്ട് ഭേദാഭേദങ്ങൾ നിനക്ക് തിരിച്ചറിയാൻ ഡിസേണിങ് ഒക്കെ ഉണ്ട്, നല്ലതേതാ തീയതേതാ, അതുകൊണ്ടും ഒക്കത്തില്ല. യു നീഡ് ടു അക്സെപ്റ്റ് ദ ഗോസ്പൽ. ആമേൻ. സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെ ബൈബിൾ നോളജ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഓക്കെ, ഇതിപ്പോൾ ഈ ശാസ്ത്രിയുടെ കാര്യം, ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ച് പാണ്ഡിത്യമുള്ളയാൾ. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഫരീസയരാണ് കുറവുള്ള ആളുകളാണോ? അവർക്കും ബൈബിൾ അറിയാവുന്നവരാണ്. സദൂക്യർക്ക് ഓക്കെ ബൈബിള് പല ഭാഗങ്ങൾ അവർ നിഷേധിക്കുന്നു, പക്ഷേ മോശയിക പഞ്ചഗ്രന്ഥം അറിയാം. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, അവർക്ക് മനപ്പാഠം അറിയാമെന്ന ദൈവവചനത്തെ തന്നെ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് പുനരുത്ഥാനമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ബൈബിളുണ്ട്, മനപ്പാഠം അറിയാം. ഇന്നും പ്രിയരെ സൺഡേ സ്കൂൾ പിള്ളേരെ കൊണ്ട് ഇതെല്ലാം കൂടെ കാണാതെ പറയിപ്പിക്കുന്നു. പിന്നെ സൺഡേ സ്കൂൾ കോമ്പറ്റീഷന് പോയി ക്രിക്കറ്റ് മത്സരം പോലെ ട്രോഫി കിട്ടുന്നു. ഇതുകൊണ്ടെല്ലാം അവരാത്മീകരാണ് എന്നാരും ധരിക്കരുത്. ദേ നീഡ് ദ ഗോസ്പൽ. ഇവൻ ദൈവരാജ്യത്തിൻ്റെ അടുക്കലാണ്. പക്ഷേ ഈ സ്ക്രിപ്ചർ ഉൾക്കൊണ്ട് ജീസസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ആകുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമായി. എനിക്കൊരു നല്ല ബൈബിള് ഉണ്ട്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ വിവിധ ട്രാൻസ്ലേഷൻസ് എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് കമൻട്രി ഉണ്ട്. പിന്നെ ഇന്ന് നെറ്റിൽ നോക്കിയാൽ മുഴുവൻ കമൻട്രിയാണ്. ഇതൊക്കെ നല്ലതാണ്. ഫോണിനകത്ത് ബൈബിള് പല വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കമൻട്രി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതല്ലയോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ഇതകത്ത് ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ വചനമായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഉള്ളിൽ സുവിശേഷം സ്ഫോടനം പോലെ പൊട്ടാതെ, ഇതെല്ലാം കേവലം ബുദ്ധിയിലുള്ള അറിവ് മാത്രമായിട്ടിരിക്കും എന്നതാണ് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത്. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. എല്ലാവരും ചോദിക്കുകയാണ്, വിവിധ ഇടങ്ങളിൽ നിന്ന് ചോദിച്ചു. പക്ഷേ കർത്താവിൻ്റെ ഈ മറുപടികളുടെ മുൻപിൽ ദേ ഹാവ് ഫിനിഷ്ഡ് വിത്ത് ഓൾ ക്വസ്റ്റ്യൻസ്. കർത്താവ് ഈ വചനത്താൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.